മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതാണ് ശരി. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി കളിയാണ്. ആരൊക്കെയാണ് മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്? പക്ഷേ ഒരു കാര്യമുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അതും പറയുന്നുണ്ട് സുധാകരൻ. ഇങ്ങനെ പോയാൽ ജയിക്കാൻ കഴിയില്ല. തമ്മിലടിയാണ് കോൺഗ്രസിൽ നടക്കുന്നത്. നേതൃത്വത്തിലാണ് തമ്മിലടി. സത്യം വിളിച്ചു പറഞ്ഞു കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. കെ സുധാകരന് ഇപ്പോൾ അത് പറയാം. അതല്ലെങ്കിൽ കെ സുധാകരൻ ഈ തമ്മിലടിയുടെ ഒരു ഇരയാണ് എന്ന് പറയാം. കാരണം KPCC പ്രസിഡന്റായി കെ സുധാകരൻ വന്നത് നമ്മുടെ മനസ്സിലുണ്ട്. എന്തൊരു ആഘോഷമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം കെ സുധാകരനെ സ്വീകരിക്കാൻ നിന്നതും കെ സുധാകരനുമായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നിൽക്കുന്ന VD സതീശന്റെ ദൃശ്യങ്ങളുമൊക്കെ നാം കണ്ടതാണ്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, പിണറായി വിജയനെ താഴെ ഇറക്കുക. പിണറായി വിജയൻ എന്ന കണ്ണൂരിലെ നേതാവിനെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് മറ്റൊരു നേതാവ്, അത് കെ സുധാകരൻ. കെ സുധാകരന് മാത്രമേ പിണറായിയെ നേരിടാൻ കഴിയുകയുള്ളൂ. ഇതായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലെക്സ് ബോർഡുകൾ നിറന്നു കെ സുധാകരന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്. എന്നാൽ കെ സുധാകരന് ആ സ്ഥാനത്ത് അധികകാലം ഇരിക്കാൻ കഴിഞ്ഞില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതല്ലെങ്കിൽ ഇറക്കി വിട്ടു VD സതീശനും കൂട്ടരും എന്ന് വേണമെങ്കിൽ പറയാം. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല കെ സുധാകരനെ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ VD സതീശനും കെ സുധാകരനും തമ്മിൽ പോര് ആരംഭിച്ചു. രണ്ടുപേരും നേരിട്ട് കണ്ടാൽ പോലും മിണ്ടാത്ത, മുഖാമുഖം കണ്ടാൽ പോലും നോക്കാത്തവരായി മാറി പരസ്പരം തെറിവിളി തുടങ്ങി. പരസ്യമായി തെറിവിളിക്കുന്നത് ചാനൽ മൈക്കിലൂടെ എല്ലാവരും കണ്ടതുമാണ്, കേട്ടതുമാണ്. എന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് നീങ്ങി എന്നർത്ഥം. ആരെങ്കിലും ഒരാൾ പുറത്തു പോയാലേ കഴിയൂ എന്ന അവസ്ഥയിലെത്തി KPCC പ്രസിഡന്റ് കെ സുധാകരന് പടിയിറങ്ങി പോകേണ്ടി വന്നു. അതല്ലെങ്കിൽ പടി ഇറക്കി വിട്ടു, നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷമാണ് സണ്ണി ജോസഫ് വന്നത്. സണ്ണി ജോസഫ് വന്നതിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥിതി അതുപോലെ തന്നെയാണ്. ഇപ്പോഴും VD സതീശൻ KPCC ഓഫീസിൽ പോകാറില്ല. KPCC പ്രസിഡന്റുമായി ആശയവിനിമയം നടത്താറില്ല. പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുന്നിൽ വെച്ചാണ് പരാതി പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയാണ്. കോൺഗ്രസിൽ ഐക്യമില്ല എന്ന്. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ഒരേയൊരു കാര്യം മുഖ്യമന്ത്രി കളി മാത്രമാണ്. മുഖ്യമന്ത്രിയാകാൻ ആരൊക്കെയോ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ പരസ്പരം മുഖ്യമന്ത്രി കളി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ പോയാൽ 2026 രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പോലും പറഞ്ഞു യോഗത്തിൽ. അവസാനം ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഒത്തുതീർപ്പ്? കോർ കമ്മിറ്റി രൂപീകരിക്കുക. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു കോർ കമ്മിറ്റി. നേരത്തെ ഈ കോർ കമ്മിറ്റിയുടെ പേര് രാഷ്ട്രീയകാര്യ സമിതി എന്നായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി കോർ കമ്മിറ്റിയെ പോലെ പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. പിന്നീട് രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റിയായി മാറി. 39 അംഗങ്ങളായി രാഷ്ട്രീയകാര്യ സമിതിയിൽ. പെട്ടെന്ന് ഒരു കാര്യം ചർച്ച ചെയ്യാൻ, തീരുമാനമെടുക്കാൻ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് കണ്ടെത്തി. ഭാരവാഹികളുടെ യോഗം വിളിച്ചാൽ തന്നെ 100-ലധികം പേർ പങ്കെടുക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു. അത്ര വലിയ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും കമ്മിറ്റികളുടെ ഭാരവാഹികളുടെ എണ്ണം പ്രഖ്യാപിക്കാനിരിക്കുന്നതേയുള്ളൂ. സംസ്ഥാന സെക്രട്ടറിമാർ വേണം, അതോടൊപ്പം തന്നെ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ വേണം. എല്ലാം ചേർത്താൽ ഒരു 200 കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോർ കമ്മിറ്റി രൂപീകരിക്കാം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാളെ കോർ കമ്മിറ്റിയും ഒരു ജംബോ കമ്മിറ്റി ആക്കാനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ട്. കാരണം ഓരോ ഗ്രൂപ്പിന്റെയും നേതാക്കളെയും പ്രവർത്തകരെയും ഇതിനകത്തേക്ക് തള്ളിക്കയറ്റാൻ നേതാക്കൾ വാശി പിടിക്കും. ആ വാശി പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോർ കമ്മിറ്റിയും മറ്റൊരു ജംബോ കമ്മിറ്റിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കോർ കമ്മിറ്റിയിലുള്ളത് ആരൊക്കെയാണ്? കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, PCC വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC മുൻ അധ്യക്ഷന്മാർ എന്നിവരാണ് ഇപ്പോഴത്തെ ഈ കമ്മിറ്റിയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ 15-നും 20-നും ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. അതാണ് കോർ കമ്മിറ്റിയായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കമ്മിറ്റി. നേരത്തെ എന്താണോ രാഷ്ട്രീയകാര്യ സമിതി, അതിപ്പോൾ കോർ കമ്മിറ്റിയായി മാറി എന്നേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിൽ കോർ കമ്മിറ്റി രൂപീകരിക്കുന്നു, അതിന് താഴെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാകുന്നു, അതിന് താഴെ ഭാരവാഹികൾ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടാകുന്നു, അതിന് താഴെ സെക്രട്ടറിമാർ ഉണ്ടാകുന്നു, അതിന് താഴെ നിർവാഹക സമിതി അംഗങ്ങൾ ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ നേതാക്കളും
ബ്ലോക്ക് നേതാക്കൾ വരെ KPCC നിർവാഹക സമിതി അംഗമായി വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല, തമ്മിലടി കൊഴുക്കുകയാണ്. മുഖ്യമന്ത്രി കളി നന്നായി നടക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ച്, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ, മല്ലികാർജ്ജുന ഖാർഗെ AICC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ യോഗം തീർന്നിട്ടും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവസാനം ശാസിച്ചു വിടേണ്ടി വന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് ശാസിച്ച് വാൺ ചെയ്തു AICC എന്നാണ് വാർത്തകളിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പോയാൽ തോൽവി ഉറപ്പാണ്, തോറ്റിട്ട് ഇങ്ങോട്ട് ആരും വരേണ്ട എന്ന ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് AICC നേതൃത്വം എന്നാണ് അറിയുന്നത്. നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ മടങ്ങി എത്തിയതിനു ശേഷം പഴയ പോലെ തമ്മിലടി തുടരാനാണ് സാധ്യത എന്ന കൃത്യമായ സൂചനയാണ് ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത്.